ഇന്ന് നമ്മൾ ഒരു ഫിലിം കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. ഫുഡൊക്കെ കഴിച്ച് നമ്മൾ കുറച്ച് നേരത്തെ എത്തി. അപ്പോൾ കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യാം. ക്യൂൻ ബേബി ഇതാ ഇവിടെ ഓടി കളിക്കുകയാണ്. കാരണം ഇപ്പോൾ ഇവിടെ വണ്ടി വാഹനങ്ങളോ മറ്റേതോ ഒന്നുമില്ല, ആൾക്കാരും ഇല്ല. അപ്പോൾ അവർക്ക് സിമ്പിളായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി കളിക്കാം. അതിനകത്തോട്ട് പോവാണോ? ടിക്കറ്റ് എടുക്കാൻ പോവാണോ കുഞ്ഞ്? ഓ ഓക്കെ, ഞാൻ ടിക്കറ്റ് എടുത്തിട്ട് വാട്ടോ. വേഗം എടുക്കണേ. എത്ര ടിക്കറ്റ് എടുക്കും? എത്ര ടിക്കറ്റ് എടുക്കും? ഒരെണ്ണം മതിയോ? ഒരെണ്ണം എടുക്കുന്നുള്ളോ? ഏത്? അത് തുറക്കാൻ പറ്റില്ല. ഇത് ടിക്കറ്റ് എടുക്കുന്നില്ലേ? ടിക്കറ്റ് എടുക്കുന്നില്ല? നമ്മളിവിടെ ഓടി കളിക്കാണ് ഫ്രീ ആയിട്ട്. അങ്ങറ്റം തൊട്ട് ഇങ്ങറ്റം വരെ ഓട്ടടാ ഓട്ടം. ആ കുട്ടി ഓടി കളിക്കാണോ? എന്തിനാ ഓടുന്നേ? ടിക്കറ്റ് എടുക്കാനാണോ? അതിപ്പോ തുറക്കൂല. ഇങ്ങോട്ട് പോരെ, ബാ. കുറച്ച് കഴിയുമ്പോഴേ തുറക്കുള്ളൂ, ബാ. ഇതാണ് ഇപ്പം ഞങ്ങളുടെ മെയിൻ പരിപാടി. ആയോ? അപ്പോൾ ടിക്കറ്റ് കൗണ്ടർ ഓപ്പണായി. ആ കുട്ടി ഇതിലോടെ വാ, ഇതിലോടെ വാ, പുറത്തേക്ക് വാ. നമ്മൾ കാണാൻ പോകുന്ന സിനിമ എന്ന് പറയുന്നത് ബാലൻ ദ ബോയ്. ഈ ഫിലിമാണ് നമുക്ക് കാണാൻ പോകുന്നത്. നമുക്ക് സിനിമയൊക്കെ കണ്ടിട്ട് നമ്മൾ റിവ്യൂ പറയുന്നതായിരിക്കും കേട്ടോ. ഞങ്ങൾ സിനിമയൊക്കെ ഇറങ്ങിയിട്ട് ഒരു ചായ കുടിക്കാൻ വെച്ചു. സിനിമയുടെ റിവ്യൂ വീഡിയോയുടെ ലാസ്റ്റ് പറയാം കേട്ടോ. അവിടെ എന്തൊക്കെയോ പറയുന്നത്. ഞങ്ങൾ ചായ കുടിക്കട്ടെ കേട്ടോ. ഇത് റോളാണ് വാങ്ങിച്ച, ഷവർമ റോളും ചായയും. ലെമൺ കളർ ഐസ്ക്രീമാണോ കഴിക്കുന്നോ? കഴിച്ചോട്ടോ. അപ്പം നമ്മൾ അവിടുന്ന് ചായ കുടിച്ച് കഴിഞ്ഞ് കുറച്ച് പർച്ചേസ് ഉണ്ടായിരുന്നു. അതൊക്കെ ചെയ്ത് കഴിഞ്ഞ് നമ്മുടെ ഹോം ടൗണിലെത്തി. അന്നത്തേന് ക്ഷീണിച്ചു. അപ്പോൾ ജസ്റ്റ് ഒരു എന്തെങ്കിലും കുടിക്കാമെന്ന് വെച്ച് വീണ്ടും കയറിയിരിക്കുകയാണ്. ഞങ്ങൾ എന്തെങ്കിലും കുടിക്കട്ടെ. അപ്പോൾ ഞങ്ങൾ നാരങ്ങ സോഡയാണ് വാങ്ങിച്ചത്. ഒന്ന് ഒരു ഫ്രഷ്നെസ് കിട്ടാൻ വേണ്ടി നല്ലൊരു സാധനമാണ് നാരങ്ങ സോഡ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഐസ്ക്രീം ബേബി ആണല്ലോ, ഓൾവേസ് ഐസ്ക്രീം. ഹലോ. അപ്പോൾ ഞാൻ ഈ വീഡിയോ എടുത്ത് വെച്ചിട്ട് സത്യം പറഞ്ഞാൽ കുറച്ചധികം ദിവസമായി. കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഈ ജൂലൈ 5-ാം തീയതി എടുത്ത വീഡിയോ ആണ്. അപ്പോൾ ഇത് പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ചധികം ലേറ്റായി. ഇപ്പോൾ ഈ മൂവി, ഇപ്പോൾ ബാലൻ ദ ബോയ് ഈ മൂവി എല്ലാവരും കണ്ടു കഴിഞ്ഞിട്ടുണ്ടാവും. തിയേറ്ററിനൊക്കെ അത് മാറിയിട്ടുണ്ട്, പുതിയ സിനിമകൾ വന്നിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് എനിക്കിത് പോസ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഈ മൂവി എന്ന് പറയുന്നത് എനിക്കൊരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആയിട്ടാണ് തോന്നിയിട്ടുള്ളത്. നല്ല കഥകളും കഥാപാത്രങ്ങളും എല്ലാം വളരെ നന്നായിട്ടുണ്ടായിരുന്നു. അപ്പം എല്ലാവരും സിനിമ കണ്ടു കഴിഞ്ഞിട്ടുണ്ടാവും എന്നറിയാം. അപ്പം ഇനിയുള്ള സിനിമയ്ക്കൊക്കെ പോകുന്ന സമയത്ത് അപ്പം തന്നെ പോസ്റ്റ് ചെയ്യാൻ ശ്രമിക്കാം കേട്ടോ.
പോസ്റ്റ് ചെയ്യാൻ പെൻഡിങ് ആയിട്ടുള്ള കുറച്ചധികം വീഡിയോസ് ഉണ്ട്. എല്ലാം ഞാൻ വഴിയെ പോസ്റ്റ് ചെയ്യാം. മുന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് തിരക്കുകളും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഇപ്പോൾ അത് ഡിലേ ആയിക്കൊണ്ടിരിക്കുന്നത്. ഓരോന്നോരോന്നായിട്ട് എത്രയും പെട്ടെന്ന് തന്നെ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒന്ന് ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റായിട്ട് രേഖപ്പെടുത്താനും മറക്കരുത്. അപ്പോൾ ഇനിയൊരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.